പിടിയടോ. ഒരു കൈ തീർന്നോ? അല്ല അതെ, ബില്ലിൽ 250 ചാക്കുണ്ട്. ലോഡ് വന്നപ്പോൾ 200 ഉള്ളൂ. അതെങ്ങനെ സംഭവിച്ചു? എനക്ക് தெரியாது സാർ. അല്ല, தெரியாതെന്ന് പറഞ്ഞാൽ അണ്ണ 50 ചാക്കിന്റെ കുറവുണ്ട്. ഇവിടുത്തെ കണക്കൊക്കെ ഇങ്ങനെ സാറാ ബില്ലിൽ കാണുന്ന കണക്ക് എഴുതി വെക്ക്. അല്ല, കണക്ക് ശരിയാവുന്നില്ല. അതെ അതെ സാറേ, സാറ് പഠിച്ച കണക്കൊന്നുമല്ല ഇവിടുത്തെ കണക്ക്. ഞാൻ പോയി ചോർന്നിട്ട് വരാം. എന്തൊക്കെയാണോ ഇത് എഴുതി വെച്ചിരിക്കുന്നത്? 4 ലക്ഷം എഴുതാനും വായിക്കാനും അറിയാന്ന് വെച്ച് എന്ത് തോന്നിവാസം കാണിക്കാന്നാണോ? പർച്ചേസ് ബില്ലിലെ കണക്കും സ്റ്റോക്ക് രജിസ്റ്റർ എൻട്രിയും ടാലി ആകില്ലെന്നോ? സാർ, ലോഡുകൾ കൃത്യമായിട്ട് ചെക്ക് ചെയ്തിരുന്നതാണ്. ലോഡുകൾ കുറവുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാനത് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയത്. ഐ ഡോണ്ട് വാണ്ട് എനി ബ്ലഡി എക്സ്പ്ലനേഷൻ. സി, ഇതൊരു ലിമിറ്റഡ് കമ്പനിയാണ്. ഇതിന് അതിൻ്റെതായ ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ട്. ഇനി താനായിട്ട് അത് മാറ്റാനും മറിക്കാനും ഒന്നും നോക്കണ്ട. യു ഗോട്ട് ഇറ്റ്? ഞാൻ മാറ്റാനും മറിക്കാനും നിന്നില്ല സാർ. കണക്കുകൾ കറക്റ്റായിട്ട്. ഓവർ സ്മാർട്ട് ആവണ്ട. അതായത് തലയിരിക്കുമ്പോൾ വാലാടണ്ട എന്ന് മനസ്സിലായോ? എന്താ പോണം? താൻ അങ്ങോട്ട് പോയ പിന്നെ ഇതാരും ഉണ്ടോ? സോറി സാർ. പിന്നെ തരുന്ന ശമ്പളത്തിലുള്ള ജോലി ചെയ്താൽ മതി. മനസ്സിലായല്ലോ? നമുക്കിട്ട് പണി അല്ല പിന്നെ. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ സാറേ, ഇവിടുത്തെ കണക്ക് വേറെയാണെന്ന്. എവിടെയോ കിടക്കണം മുതലാളി. നന്നായി കൊണ്ടുപോകണമെന്ന് അങ്ങേർക്ക് പോലും ആഗ്രഹമില്ല. അപ്പോൾ പിന്നെ നമ്മളായിട്ട് എന്തിനാ സാറേ ഇടങ്ങേറുണ്ടാക്കണം? എന്നാലും മനസ്സാക്ഷിക്ക് നിരക്കാത്ത കാര്യങ്ങൾ എങ്ങനെയാണ്? മനസ്സാക്ഷിയാ? എന്ത് മനസ്സാക്ഷി സാറേ? പാവങ്ങളെ ഇത്രയും കാലം ഇവറ്റകളുടെ പേര് പറഞ്ഞ് ലക്ഷങ്ങൾ അടിച്ചു മാറ്റിയത്. ഏയ് സാറൊന്ന് തൊട്ട് നോക്കണം. നോക്ക്. ഇത് ഒന്നും പേടിക്കണ്ട. മനുഷ്യന്മാരെ പോലെയല്ല, സ്നേഹമുള്ളത് നിങ്ങളാ. തൊട്ടോ. ഏയ് ഞാനൊന്ന് ചോദിച്ചോട്ടെ? ചോദിക്കണ്ട, ഞാൻ തരില്ല. ഇരുന്ന് കഴിക്കാൻ പറ്റത്തില്ല. എന്നാ അകത്തിരുന്ന് കഴിക്കാം. അച്ഛൻ വന്ന് കണ്ടാൽ കുഴപ്പമാകും. അച്ഛനും കൊടുക്കൂല. കഴിച്ചിട്ടൊന്ന് ഇവിടുന്ന് എഴുന്നേറ്റ് പോകാമോ? പോണല്ലേ കേസ്. അത് ശരി. സാറേ ഇന്ന് നേരത്തെ തുടങ്ങിയോ? സാറെങ്ങോട്ട്? ഞാൻ നാട്ടിലേക്ക് പോവാ. ആണാ? പോയിട്ട് വരണ. ഒരു മിനിറ്റ്. ഇത് ഭാര്യക്കും കുട്ടിക്കും കൊടുത്തേര്. ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. എന്നാ വേണ്ട, എൻ്റെ ഭാര്യക്ക് കൊടുക്കാം. അല്ല വേണ്ട, അച്ഛനും അമ്മക്കും കൊടുത്തേര് കേട്ടാ. തിമ്മണ്ണൻ തന്നെന്ന് പറഞ്ഞാൽ മതി. എന്താണ് തിമ്മണ്ണൻ? ശരിയാണ്. പുതുതായിട്ട് വന്ന സാറാ, നല്ല മനുഷ്യനാ. കല്യാണം കഴിച്ചിട്ടില്ല, കഴിക്കേയില്ല. പൈക്കിഞ്ചോ 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 പോണല്ലേ മാങ്ങാത്തോല്. എൻ്റെ അമ്മ എന്നോട കളി. ഇവിടെ ഇരിക്കട്ടെ. കൃഷ്ണ ഗുരുവായൂരപ്പ ഭക്തവത്സല. മോളെ, ശ്രീയാണോ? വാ. ഇല്ല, കയറുന്നില്ല. എനിക്ക് നാട്ടിലേക്കൊന്ന് പോകണം. എന്തോ അത്യാവശ്യം എന്ന് പറഞ്ഞ് ചേച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് രാത്രി വണ്ടിക്ക് പോയി കഴിഞ്ഞാൽ വെളുപ്പിനങ്ങ് എത്താം. ലീവ് ലെറ്റർ രാജേഷിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ വന്നത്, എനിക്കൊരു 1000 രൂപ വേണം. ഓ, അതിനെന്താ, വാ. ആരാ? ശ്രീകുമാറോ? വാ വാ, ഇരിക്കെ. അമ്മേ, ഞാനൊരു ചായ എടുത്തിട്ട് വരാം. എങ്ങനെയുണ്ട് ജോലിയൊക്കെ? കുഴപ്പമില്ല സാർ. എവിടേക്കോ ഒരു യാത്രയാണെന്ന് തോന്നുന്നു. ഞാൻ വീട്ടിലേക്കൊന്ന് പോവാ. എന്താ ഇത്ര അർജൻറ്റ്? അറിയില്ല, അത്യാവശ്യമായിട്ട് ചേച്ചി വീട്ടിലേക്കൊന്ന് ചെല്ലാൻ പറഞ്ഞു. പ്രൊമോഷൻ ചാൻസ് ഒക്കെ ഉണ്ടാകും, നോക്കാം. മറ്റു യൂണിയനുകളിൽ ചില പുതിയ രാജവെമ്പാലകളൊക്കെ വന്ന് ചേർന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഞാൻ ഒരു ശ്രമം നടത്തിയേനെ.
വിത്തോട്ടാ അച്ഛനാ. ആ ഷുഗറും കറ്റാണേ എന്ത് പറയാനാ. പണ്ടൊക്കെ ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഒക്കെ ഭൂശ്വാസികളുടെ സൂക്കേടാ. നീ എത്ര ദിവസത്തെ ലീവ് എഴുതി കൊടുത്തിട്ടുണ്ട്? 3. ഉം. ഇപ്പോഴത്തെ പിള്ളേർ ജോലി കിട്ടാൻ കാത്തിരിക്കുക. ലീവ് എഴുതി കൊടുക്കാൻ. അയ്യോ സാർ, ഞാനിതെന്താ അത്യാവശ്യമായിട്ട് ചേച്ചി വിളിച്ചതിൻ്റെ പേരിൽ പോകുന്നത്. അച്ഛൻ വെറുതെ പറഞ്ഞാടാ. സാറേ ഞാനെന്നാ ആ, നീ ഇപ്പൊ വന്നല്ലേ ഉള്ളൂ, ഇരിക്കേ. ഇല്ല, ബസ് പോകും അതാ. അച്ഛൻ ഞാനെന്ന് ഇവനെ ഡ്രോപ്പ് ചെയ്തിട്ട് വരാം. ഉം. വാ. ശരി സാർ. ആ പോവാം. പിന്നെ ശ്രീ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ? നിന്റെ ഈ ആവശ്യമില്ലാത്ത കമ്മിറ്റ്മെന്റ്സ് അത് ശരിയാവില്ല. നീ എന്നെ കുറ്റപ്പെടുത്താണ്. ഞാൻ നിന്നെ കുറ്റപ്പെടുത്തിയതല്ല, നിന്നോടുള്ള സ്നേഹം കൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. പിന്നെ പുറമെ കാണുന്ന പോലെയല്ല, ഈ ഫാമിന്റെ അണ്ടർഗ്രൗണ്ടിൽ ഒരുപാട് ദുരൂഹതകളുണ്ട്. ഒരു പരിധിക്കപ്പുറം എനിക്ക് നിന്നെ സപ്പോർട്ട് ചെയ്യാനാവില്ല. നിനക്ക് ഞാനൊരു ബാധ്യതയായോ? ബാധ്യതയോ? നീ എന്താ ഈ പറയുന്നേ? ശരി, എത്തിയിട്ട് വിളിക്കണം. എടാ, ബസ് വരണവരെ വെയിറ്റ് ചെയ്യണോ? വേണ്ട, നീ പൊക്കോ. എനിക്ക് വീട്ടിൽ കുറച്ച് ഗസ്റ്റ് ഉണ്ട്, അതാ. പോട്ടെ. ചേച്ചി, ആ എടാ, നീ എപ്പോഴാ വന്നേ? വന്നിറങ്ങിയുള്ളൂ. ചേച്ചി വീട്ടിലേക്കില്ലല്ലോ? ആ ഞാനും വരുന്നു, നിക്ക്. രാജി ഒന്ന് നോക്കിക്കോണേ, ഞാൻ ഒന്ന് വീട് വരെ പോവാ. ആ, വാ. എന്താ ചേച്ചി അത്യാവശ്യമായിട്ട് വരണമെന്ന് പറഞ്ഞ് വിളിച്ച? ശ്രീകുട്ടിക്ക് 1-2 ആലോചനകൾ വന്നിരുന്നു. അച്ഛൻ്റെ കത്തിലുണ്ടായിരുന്നു. പക്ഷെ അവൾ ഒന്നിനും സമ്മതിക്കുന്നില്ല. അവക്കൊരാളെ ഇഷ്ടമാണത്രേ. അവള് പഠിപ്പിക്കുന്ന കമ്പ്യൂട്ടർ സ്ഥാപനത്തിന്റെ ഓണറില്ലേ, റഫീഖ്. റഫീഖോ? അവനാ ആള്. കഥ പറയാതെ നമ്പർ പറ ചേട്ടാ. 88462. ഓക്കെ 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 ഓക്കെ. എടാ, അമ്പലത്തിലൊന്ന് കയറിട്ട് പോടാ. എന്നെ പൊന്നു ചേട്ടാ, ഇവിടെ തെങ്ങ കയറാൻ സമയം കിട്ടുന്നില്ല. പിന്നെയാണോ അമ്പലത്തിൽ കയറുന്നത്? എന്ത് ചെയ്യാനാന്ന് പറ. ഷിജു, ചേച്ചി നിന്നോട് എത്ര ദിവസമായി പറയുന്നു ആ തേങ്ങ വന്നോന്ന് ഇട്ട് തരാൻ? അടുത്ത ആഴ്ച എങ്ങാനും വരാൻ ചേച്ചി. ഇത് പറയാൻ തുടങ്ങിയിട്ട് കുറെ ദിവസമായി. ഞാൻ എന്നാ ചെയ്യാനാ, മുടിഞ്ഞ ബിസിയാ. ഈ നാട്ടിലാണെ 10-15 തെങ്ങുണ്ട്. തെങ്ങ് കയറാൻ ആ പാടെ ഒരു ഷിജുണ്ട്. അവിടെ 2 തെങ്ങല്ലേ ഉള്ളൂ, അതും മണ്ട പോയത്. അടുത്ത ആഴ്ച എങ്ങാനും വരാൻ നോക്കാം. അപ്പൊ ശരി. റേഞ്ച് ഇല്ലേ തെങ്ങിന്റെ മുളിക്കൽ?